ലോകകപ്പ് ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെതിരെ ഒരു ഗോളിന് മുന്നിൽ നിൽക്കുകയാണ് അർജന്റീന. 10-ാം മിനിറ്റിൽ മക്കാലിസ്റ്റർ ആണ് അർജന്റീനയ്ക്കായി ഗോൾ നേടിയത്. വിവരങ്ങളുമായി മനീഷ് ഏഷ മാത്യു നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. മനീഷ്, ഗുഡ് മോർണിംഗ്. ഏതുവരെ എത്തി കളി? സെതു, മത്സരം ആവേശത്തിൽ തന്നെയാണ്. ആദ്യ മിനിറ്റുകളിൽ അർജന്റീന ഒരല്പം പിന്നിലെന്ന് തോന്നിച്ചിരുന്നെങ്കിൽ പോലും 10-ാം മിനിറ്റിൽ മെസ്സിയുടെ കോർണർ കിക്കിൽ നിന്ന് എന്തായാലും മക്കലിസ്റ്റർ ഗോൾ നേടി ഇപ്പോൾ അർജന്റീന 1-0 എന്ന സ്കോറിന് മുന്നിലാണ്. ആദ്യം മത്സരം തുടങ്ങിയപ്പോൾ തന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലേക്കുള്ള ഒരു ആക്രമണം അർജന്റീനയുടെ ഗോൾ മുഖത്തേക്ക് നമ്മൾ കണ്ടു. ഒരുപക്ഷേ ഗോളൊക്കെ വന്നേക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഭയപ്പെടുന്ന തരത്തിലേക്ക് പോലുമുള്ള നീക്കങ്ങൾ സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ കൂടെ അത് അർജന്റീന പ്രതിരോധ നിര തട്ടിൽ തകരുകയായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു സൂപ്പർ താരം മെസ്സിയിലേക്ക് ബോൾ എത്താത്തൊരു സാഹചര്യം. അങ്ങനെ ഒടുവിൽ മെസ്സിയിലേക്ക് പന്ത് എത്തുന്നു. അവിടെ നിന്ന് ബാക്ക് ടു ബാക്ക് 2 കോർണറുകൾ വരുന്നു. ആ കോർണറിൽ നിന്ന് ഒരു കോർണർ ഇപ്പോൾ എന്തായാലും മക്കലിസ്റ്റർ എന്തായാലും വലയിൽ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ 10-15 മിനിറ്റുകൾ പിന്നിടുമ്പോൾ അർജന്റീന നിലവിൽ ഇപ്പോൾ 1-0 മുന്നിലാണ് നിൽക്കുന്നത്. എന്തായാലും ഈ സ്കോർ തന്നെ തുടരുകയാണെങ്കിൽ ഇനി കൂടുതൽ ഗോളുകൾ നേടാൻ അർജന്റീനയെ സംബന്ധിച്ച് സാധിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് എന്തായാലും അർജന്റീന തന്നെയായിരിക്കും എതിരാളികൾ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും ആവേശകരമായ മത്സരം തുടരുമ്പോൾ അർജന്റീന നിലവിൽ ഇപ്പോൾ 1-0 എന്ന സ്കോറിന് മുന്നിലാണ് സേതു. ഓക്കെ, ഇനി ലെവിൻ കെ വിജയൻ കൂടി നമുക്കൊപ്പം ചേർന്നുണ്ട്. ആരാധകരുടെ ആവേശം എത്രത്തോളമാണെന്ന് പ്രേക്ഷകരെ അറിയിക്കാനായി. ലെവിൻ, ഗുഡ് മോർണിംഗ്. പിന്നെ ഒരു ഗോൾ അടിച്ചു അർജന്റീന മുന്നിലാണ്. ഗുഡ് മോർണിംഗ്. കാൻസസിൽ നടക്കുന്ന മത്സരത്തിന്റെ അതേ ആവേശം അത് ഏറ്റെടുത്തിരിക്കുകയാണ് തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയത്തിലെ മുഴുവൻ പ്രേമികളും. മത്സരം ശ്വാസം പോലും വിടാതെ വീക്ഷിക്കുന്ന ഫുട്ബോൾ പ്രേമികളെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് അർജന്റീന ആരാധകരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. മെസ്സിയുടെ ഓരോ ചുവടുവയ്പ്പിലും വലിയ ആവേശത്തോടു കൂടിയാണ് ഈ പ്രേമികൾ ഫുട്ബോൾ ആരാധകർ ഏറ്റെടുക്കുന്നത്. മന്ത്രി ഒ ജെ ജനീഷ് അടക്കം TN പ്രതാപൻ അടക്കമുള്ള കാണികൾ മത്സരം കാണുകയാണ്. മത്സരത്തിന്റെ 10-ാം മിനിറ്റിൽ തന്നെ മക്കലിസ്റ്റർ മുന്നിലെത്തിച്ചു. വളരെ ആവേശകരമായ മത്സരം മുന്നോട്ട് പോവുകയാണ്. അത് ഈ സ്റ്റേഡിയത്തിലെ ആവേശം വളരെ വലുത് തന്നെയാണ്. വലിയ ആരവമാണല്ലോ കേൾക്കുന്നത്. 10-ാം മിനിറ്റിൽ തന്നെ ഗോൾ അടിച്ചു. അപ്പോൾ അർജന്റീനയുടെ കളിയൊരു പ്രത്യേകത, സാധാരണ ഒരു ഗോൾ വന്നാൽ പിന്നെ ടീമിൻ്റെ ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. പരാശ്വാസം ഉണ്ടോ മന്ത്രിക്കും അർജന്റീനയ്ക്കും? അല്ല, അതൊരു ആവേശത്തിൻ്റെ ഭാഗമായിട്ടാണ്. അമിത ആത്മവിശ്വാസമല്ല, സ്വാഭാവികമായിട്ട് അർജന്റീന ടീമിനോടൊരു വിശ്വാസമാണല്ലോ ആളുകൾക്ക് എല്ലാവർക്കും ഉള്ളത്. നമ്മളങ്ങനെ പ്രഖ്യാപിക്കാതിരിക്കുകയായിരുന്നു. പക്ഷേ കളിയുടെ ആവേശ നിമിഷങ്ങൾ അറിയാതെ പറഞ്ഞു ഒന്നും നടക്കട്ടെ. പിന്നെ മെസ്സിയെ പോലുള്ള കളിക്കാരൊക്കെ സാന്നിധ്യമുള്ള ടീമാണല്ലോ, അത് വലിയ മുന്നോട്ടുണ്ടാകും. ഈ കളി വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സെമിയിലെ ഇംഗ്ലണ്ടിനെയാണ് ഇന്ന് കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ആരെയാണെന്നുള്ളതിനെ എന്നെ സംബന്ധിച്ചില്ല. എന്തായാലും സെമി ഫൈനലിൽ അർജന്റീന ഇംഗ്ലണ്ട് മത്സരം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പോൾ വലിയ മത്സരം നടക്കട്ടെ, വലിയ ആവേശവും തന്നെ കാരണം പോട്ടെ. എന്നാലും മന്ത്രിയുടെ ആവേശം നമ്മൾ കളയുന്നില്ല. മാത്രമല്ല ഈ കാണികളുടെ കാഴ്ചയും നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. വലിയ ആവേശത്തോടു കൂടിയാണ് ഈ പ്രദർശനം നമുക്ക് കാണാം. വലിയ ആവേശത്തോടു ഓരോ ചുവടുവയ്പ്പിനും മെസ്സി അടക്കമുള്ള അർജന്റീനിയൻ താരങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിനും വലിയ ആവേശത്തോടു കൂടി റൂസിലേക്ക് ഊതിക്കൊണ്ടാണ് ഈ കാണികൾ അല്ലെങ്കിൽ ആരാധകരുടെ മത്സരങ്ങൾ വീക്ഷിക്കാനെത്തുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം പങ്കാളിത്തം വലുതാണ്. സ്റ്റേഡിയം നിറഞ്ഞ ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ്. ആ കാൻസസിലെ ഗാലറി ഏത് നിലയിൽ നിറയുന്നോ അതേ നിലയിൽ തന്നെ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഗാലറിയും ഈ മത്സരം കാണുന്നതിനായി വലിയ തോതിൽ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ എത്തുമ്പോഴൊക്കെ ശരി ലെവിൻ, ശരി, നമുക്ക് കൊച്ചിയിലെ ആവേശം കൂടി കണ്ടുവരാം. മുബാറക്ക് കൂടി ചേരുന്നുണ്ട്. മുബാറക്കെ, അവിടെ എങ്ങനെയാണ് ആവേശം? സേതു, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് പുതിയ പാലത്താണ്. പുതിയ പാലത്ത് ബിഗ് സ്ക്രീൻ കാണുന്ന ആളുകളാണ് ഇതാ നമ്മളുടെ പിന്നിൽ കാണുന്നത്. ഒരു 2000-ത്തിലധികം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം വീക്ഷിക്കാനായി. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് പിന്നിട്ടിരിക്കുകയാണ്. ഒരു ഗോൾ അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് വന്നു. ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ്, വീണ്ടും പ്രതീക്ഷയിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മുടെ ഈ കളി കാണുന്നതിനായിട്ടൊരു പ്രത്യേക ഭാഗം സ്ത്രീകൾക്കെല്ലാം സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്തിലായി വിശാലമായി തന്നെ ഒരു 2000-ത്തോളം ആളുകൾക്ക് ഇരിക്കുന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ള ഗാലറിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു ചേച്ചി ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നുണ്ട്. ചോദിച്ചു നോക്കാം. ചേച്ചി, മത്സരം കാണാൻ വന്നാണോ? മത്സരം കാണാൻ വന്നതാണോ? ഏത് ടീമിനെയാ സപ്പോർട്ട് ചെയ്യുന്നത്? ആരെ ഏറ്റവും ഇഷ്ടം? അർജന്റീന ഒരു ഗോൾ അടിച്ച് നിൽക്കുവോ? സന്തോഷായോ? ചേച്ചി എന്താ പറയാനുള്ളത്? അർജന്റീനയുടെ അർജന്റീനയുടെ കളി കാണാൻ വന്നാണോ? ആരെ ഫുട്ബോളിൽ അറിയാവുന്നത്? ഫുട്ബോളിൽ ഏത് കളിക്കാരനെ അറിയാവുന്നത്? അർജന്റീനയുടെ പരിപാടിയാണ്. അർജന്റീന ടീമിനെ അറിയാം. മെസ്സിനെ കേട്ടിട്ടുണ്ടോ? മെസ്സി വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ
ഞങ്ങളെല്ലാരും കൂടി വന്നേ. ഇവിടെ ഈ നാട്ടുകാർ തന്നെയാണോ? ഇവിടെ തന്നെയാ. കണ്ടില്ലേ സേതു, അതായത് പ്രായമായവരും വനിതകളടക്കം എല്ലാവരും ഈ മത്സരം കാണാനായി എത്തുന്നു. ഒരു അർജന്റീന ജേഴ്സിയിൽ ഒരു കുഞ്ഞിക്കുട്ടിയുണ്ട്. എന്താ പേര്? അർജന്റീനയുടെ ആരാധകനാണോ? മെസ്സി ഇന്ന് ഗോൾ അടിക്കോ? എത്ര ഗോളിൽ നിന്ന് അർജന്റീന ജയിക്കും? 3 ഗോളില് 3 എത്ര? സ്വിറ്റ്സർലാൻഡ് എത്ര അടിക്കും? 2. അപ്പൊ 3-2 ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് കുട്ടികളടക്കം പങ്കുവെക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് പ്രതികരണം എടുത്താൽ ബ്രോ, എങ്ങനെയുണ്ടാവും മത്സരം? എങ്ങനെയുണ്ടാവും ഇന്നത്തെ വിലയിരുത്തുന്നത്? നല്ല മത്സരമായിരിക്കും. ഓൾറെഡി ഒരു ഗോളൊക്കെ അടിച്ചല്ലോ. നല്ല മത്സരമായിരിക്കും. മെസ്സി അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ടോപ്പ് സ്കോറർ പട്ടികയിലേക്ക് എംബാപ്പയും മെസ്സിയും ശക്തമായ മത്സരമുണ്ട്. ഫൈനലിൽ ഉണ്ടാവില്ല, സ്പെയിനായിട്ടായിരിക്കും ഫൈനൽ. അപ്പോ ഫ്രാൻസ് സ്പെയിനോടൊപ്പം പുറത്തു പോകുമെന്നുള്ള മുന്നറിയിപ്പും അർജന്റീന ആരാധകർ നൽകുന്നുണ്ട്. മത്സരം ഏകദേശം 25-ാം മിനിറ്റിലേക്ക് നീങ്ങുന്നു. ഒരു ഗോളിന് ഇപ്പോഴും അർജന്റീന മുന്നിലാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഗോൾ വന്ന സമയത്തെല്ലാം നമ്മൾ കണ്ടതാണ്. ആരാധകരുടെ ഭാഗത്തു നിന്ന് വലിയ ആവേശമാണ് ഇപ്പോഴും കാണാം. അതായത് ഹൈഡ്രേഷൻ ബ്രേക്കിലേക്ക് പോകുന്നു. അർജന്റീനയ്ക്ക് ആധിപത്യമുണ്ട്. അതിന്റെ സന്തോഷമാണ് ആരാധകരിൽ നിന്ന് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോയാൽ, ചേട്ടാ എങ്ങനെയുണ്ട്? ഹൈഡ്രേഷൻ ബ്രേക്കിലേക്ക് എത്തി, എങ്ങനെ കാണുന്ന? കളി അടിപൊളിയായിട്ട് നടക്കണേ. മെസ്സി നല്ല ഫോമിലാണ്. 3-0 കൂളായിട്ട് ജയിക്കും. 3 ഗോളിന്റെ ആധിപത്യത്തിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവിടുത്തെ ആരാധകരെല്ലാവരും പങ്കുവെക്കുന്നത്. ഇതിന്റെ സംഘാടകരും ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാ മത്സരം ഇന്നത്തെ കാണുന്നത്? എന്താ പറയാ, അർജന്റീന ഇന്ന് ജയിക്കോ? അതറിഞ്ഞാൽ ഇന്ന് ജയിക്കാൻ സാധ്യത ഉണ്ട്. അർജന്റീന ഫൈനലിൽ കളിക്കും തീർച്ചയായിട്ടും. അപ്പൊ അർജന്റീന തീർച്ചയായും സെമി ഫൈനലിലേക്ക് എത്തും എന്നുള്ളതാണ്. അവർക്ക് അനായാസം സ്വിറ്റ്സർലാൻഡിനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് എല്ലാവരും തന്നെ പറയുന്നത്. എന്താ തോന്നുന്നത് ഇന്നത്തെ മത്സരം? ഓക്കെ, ശരി മുബാറക്കെ. എല്ലാവർക്കും വലിയ ആവേശവും പ്രതീക്ഷയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് അർജന്റീന ആരാധകർക്ക് ഇന്ന് അർജന്റീന ജയിക്കുമെന്നും സെമിയിലെത്തുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു.